മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഒരു മാധ്യമ പ്രവർത്തകനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനപ്പുറത്ത് ഒരു ഓൺലൈൻ മീഡിയക്കപ്പുറത്ത് നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ. നിങ്ങൾ പറഞ്ഞുവല്ലോ, രാജ്യത്തെ ജനങ്ങൾ വലിയ സുരക്ഷിതാവസ്ഥയിലാണ്. ബലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാന് ഒരിക്കലും സാധിക്കുകയില്ല എന്ന്. നിങ്ങൾ പറഞ്ഞുവല്ലോ, രാജ്യത്തിൻ്റെ സൈനികരുടെ അവരുടെ ശക്തി മറ്റുള്ള രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള ശക്തിയാണെന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വ്യോമസേനയുടെ ശക്തി എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ വ്യോമസേനയെ വെല്ലാൻ പറ്റുന്ന അത്തരത്തിലുള്ള ശക്തിയാണ് രാജ്യത്തിൻ്റെ വ്യോമസേനയ്ക്കുള്ളത് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സത്യമായ തിരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയക്ക് നിങ്ങൾ എന്ത് സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്? ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരമസത്യം വോട്ടിംഗ് മിഷനുകൾക്ക് നിങ്ങൾ എന്ത് സുരക്ഷാ സംവിധാനമാണ് മോദി സാർ ഒരുക്കിയിട്ടുള്ളത്? രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ മുന്നോട്ട് വെച്ച് പ്രക്രിയകൾ നടപ്പിലാക്കി പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കി മാറ്റിയ നിങ്ങൾ എന്ത് സുരക്ഷയാണ് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ആക്രമണങ്ങളുടെ ബലത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കവലപ്രസംഗം നടത്തുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞ സത്യങ്ങളെ വീണ്ടും ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട്? ഒരു ചിത്രം കാണാനിടയായി, മനസ്സിൽ തട്ടുന്ന ഒരു ചിത്രം. രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നെഞ്ചിൽ തട്ടാനിടയാക്കിയ ഒരു ചിത്രം. രാജ്യത്തെ കുറച്ച് പ്രവർത്തകർ, ചില പാർട്ടിയുടെ പ്രവർത്തകർ, പൊതുജനങ്ങൾ EVM മിഷനുകൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന ഒരു ചിത്രം. ഊണും ഉറക്കവുമില്ലാതെ ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന്റെ പ്രവർത്തകർ EVM മിഷനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ആ ചിത്രം തന്നെ മതി ഈ രാജ്യത്തിന്റെ ഭരണ വ്യവസ്ഥകളെ എത്രത്തോളം ലംഘിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് വിളിച്ചു പറയാൻ. ആ ഒരൊറ്റ ചിത്രം മതി. ആ ഒരൊറ്റ ചിത്രം വിളിച്ചു പറയും എന്താണ് ഈ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥ. ആ അവസ്ഥ മെയ് 23-ന് പുറത്തു വരുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മാറണമെന്ന് ആഗ്രഹിച്ചവരാണ് EVM മിഷനുകൾക്ക് വേണ്ടി സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് പൊതുജനം, മഹാസഖ്യത്തിന്റെ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ച, സങ്കടപ്പെടുത്തുന്ന കാഴ്ച, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന കാഴ്ച, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുള്ള രാജ്യത്തിന്റെ അവസ്ഥയുടെ യഥാർത്ഥ രൂപത്തെ വിളിച്ചു പറഞ്ഞ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. നെഞ്ചിൽ തട്ടിപ്പറയുകയാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണത്തിന് ഒരു സുരക്ഷ പോലും ഒരുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളടങ്ങുന്ന മാധ്യമ സമൂഹത്തെ, ഞങ്ങളടങ്ങുന്ന ഓൺലൈൻ മീഡിയകളെ രാജ്യദ്രോഹികളാക്കി, തീവ്രവാദികളാക്കി മുദ്രകുത്താൻ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയും പ്രതിരോധിക്കാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ ഇന്നും നാളെയും ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.